ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ട്രിപ്പ് പോവുകയാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാവരും ഉണ്ട്. ഞങ്ങൾ വാഗമണ്ണിലേക്കാണ് ട്രിപ്പ് പോകുന്നത്. അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞു. ഞങ്ങൾക്കിനി യാത്ര ആരംഭിക്കാറായി. ഞങ്ങളൊരു ട്രാവലറിലാണ് പോകുന്നത്. ചങ്ങാതി എന്നാണ് ട്രാവലറിൻ്റെ പേര്. ഇത് വെഞ്ഞാറമൂട് ട്രാവലറാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിൽ കയറി കഴിഞ്ഞു. രാവിലെ എല്ലാവരും നല്ലൊരു ഹാപ്പി മൂഡിലാണ്. പാട്ടൊക്കെ ഉറക്കെ ഇടുന്നുണ്ട്. മാളൂട്ടിയൊക്കെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. എല്ലാവരും ഡാൻസും പാട്ടുമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഞങ്ങൾ യാത്ര തുടങ്ങി. ഏകദേശം സമയം ഒരു 10 മണിയോളമായി. നമ്മളാരും കാപ്പി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ഹോട്ടലിൽ നിർത്തി. കൊട്ടാരക്കര എന്ന സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ നിർത്തി കാപ്പി കുടിക്കാമെന്ന് കരുതി. അപ്പോൾ രാവിലെ നല്ല ചൂട് നല്ല തട്ട് ദോശ പോലെ കല്ല് ദോശയും മുട്ടക്കറിയാണ് ഞങ്ങൾ വാങ്ങിയത്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനാണ് വാങ്ങിയത്. പൊറോട്ടയും ചിക്കനും പൂരിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങൾ വാങ്ങിയത് ദോശയാണ്. രാവിലെ ദോശയൊക്കെ കഴിച്ചു. മോൾക്കൊരു ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടൊരു ലെമൺ ജ്യൂസ് വാങ്ങിക്കൊടുത്തു. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. കുറേ നേരം പാട്ടും ഡാൻസുമായിട്ടൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പത്തനംതിട്ട കഴിഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്ത് വണ്ടി കൊണ്ട് നിർത്തി. നല്ല ഒരു പ്രകൃതി ഭംഗിയുള്ളൊരു സ്ഥലം. എല്ലാവരും അവിടെ ഇറങ്ങി. കറക്റ്റ് ജില്ല ഏതെന്ന് എനിക്കറിയില്ല. ഞാൻ അതൊട്ട് ചോദിച്ചില്ല, അതാണ് കാര്യം. അപ്പോൾ എന്തായാലും എല്ലാവരും അവിടെ ഇറങ്ങി. നല്ല ഭംഗിയുള്ള അന്തരീക്ഷമായിരുന്നു. കുറേ നേരം അവിടെ ചിലവഴിച്ചു. ഫോട്ടോസൊക്കെ എടുത്തു. നല്ലൊരു താഴ്വര, നല്ല പച്ചപ്പ് നിറഞ്ഞൊരു താഴ്വര, നല്ല മലകളും ഒക്കെ കാണാൻ ഉണ്ടായിരുന്നു അവിടെ. എല്ലാവരും പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ടാണ് പോയത്. വീണ്ടും ഞങ്ങളിങ്ങനെ യാത്ര ആരംഭിച്ചു. കുറേയധികം പോയപ്പോൾ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടം എന്നാണ് അതിൻ്റെ പേര്. അവിടെ നല്ല മനോഹരമായ വെള്ളച്ചാട്ടം. ഞങ്ങളെല്ലാവരും അവിടെ ഇറങ്ങി. നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു കാണാൻ. അവിടെ വെള്ളത്തിലിറങ്ങാനുള്ളൊരു സിറ്റുവേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് ചുറ്റിനും വേലി കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ആ വേലിയുടെ ഭാഗത്ത് നിന്ന് നോക്കാനേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും പിറവും തലയും മുടിയും എല്ലാം നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ലൊരു കൂളായിരുന്നു അവിടെ നിൽക്കാനായിട്ട്. കുറേ അധികം നേരം ഞങ്ങളെല്ലാവരും അവിടെ നിന്നു. എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തു. മാളൂട്ടിക്ക് അവിടെ നിന്ന് പോകാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം ഞങ്ങൾ ചിലവഴിച്ചു. എത്ര മനോഹരമായ കാഴ്ചയാണ്. ഞങ്ങളുടെ കേരളത്തിൽ ഇത്രയും നല്ല സ്ഥലങ്ങളുണ്ട്. ഞാനിതുവരെ ഇവിടെയൊന്നും പോയിട്ടില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ ഈ വളഞ്ഞെങ്ങാനും വെള്ളച്ചാട്ടമൊക്കെ കാണുന്നത്. തെന്മല, പാലരുവി ആ ഒരു ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. എങ്കിലും ഇത് ആദ്യമായിട്ടാണ്. ഞാൻ ഈ വാഗമണ്ണിലൂടെ വരുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്കുണ്ട്. അത്യാവശ്യം വരുന്ന സ്ഥലങ്ങളിലെല്ലാം പോകണമെന്ന് കരുതി തന്നെയാണ് വന്നത്. ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും യാത്ര തിരിച്ചു. അപ്പോഴേക്കും ഏകദേശം 3 മണിയോളമായി. എല്ലാവർക്കും വിശപ്പായി. ഏലമ്പാറ എന്നൊരു സ്ഥലത്ത് ഞങ്ങളെത്തി. ഞങ്ങളവിടെ ഒരു നല്ലൊരു ഹോട്ടലിൽ കയറി. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് കയറി. ഞാൻ ഊണാണ് വാങ്ങിയത്. ചോറും നല്ല നെയ്മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ഒരു നെയ്മീൻ ഫ്രൈയും കൂടെ വാങ്ങി. അഡീഷണലായിട്ട് നാരങ്ങ അച്ചാറും അവിയലും ഒരു തോരനും പിന്നെ ഒഴിക്കാനായിട്ട് സാമ്പാറും പുളിശ്ശേരിയൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. അതുപോലെ മാളൂട്ടി അവൾക്ക് കുഴിമന്തി മതി എന്ന് പറഞ്ഞിട്ട് അവൾ കുഴിമന്തിയാണ് വാങ്ങി കഴിച്ചത്. എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡെല്ലാം വാങ്ങി കഴിച്ചു. ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. ഞങ്ങൾ വിചാരിച്ച സമയത്ത് ഞങ്ങൾക്ക് വാഗമൺ എത്തിച്ചേരാൻ പറ്റിയില്ല. ഞങ്ങൾ പോയത് മഹാനവമി, വിജയദശമി ആ ദിവസങ്ങളിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ട്രാഫിക് ബ്ലോക്കായിരുന്നു. കാരണം ഒരുപാട് ആൾക്കാർ ഈ ഒരു ടൈമിൽ വാഗമൺ വരുന്നുണ്ടായിരിക്കും. അതാണ് ഇത്രയും ഒരു ബ്ലോക്കായിരുന്നത് റോഡിലൊക്കെ. എന്തായാലും ഞങ്ങളുടെ
റിസോർട്ടിലെത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ട് നിർത്തിയിട്ട് കുറച്ച് ഒരു താഴ്ന്ന പ്രദേശത്തോട്ടായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നത്. വണ്ടി മുകളിലേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഒരു നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ. അതിൻ്റെ പരിസരമൊക്കെ കാണാനായിട്ട് നല്ല മനോഹരമായൊരു സ്ഥലമായിരുന്നു. ഞങ്ങളുടെ താമസിച്ച ആ ഒരു റിസോർട്ടിൻ്റെ പേര് തറയിൽ ഫാം ഹൗസ് ആയിരുന്നു കേട്ടോ. ഒരു അത്രയ്ക്കും വളരെ വലിയ ഒരു ഇതൊന്നും ആയിരുന്നില്ല, ഒരു ചെറിയ ഒരു വീടായിരുന്നു. എങ്കിലും അത്യാവശ്യം നമുക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു വലിയ ഹാള്, 2 ബെഡ്റൂം, ഒരു വലിയൊരു കിച്ചൺ, അത്രയുമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അതിൽ നമ്മുടെ ബെഡ്റൂമിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്. 2 വലിയ ബെഡും പിന്നെ അഡീഷണൽ ബെഡ് നമുക്കൊരു ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. 2 ബെഡ്റൂമിലും ബാത്റൂം അറ്റാച്ച്ഡ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 1 നൈറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാമെന്ന് പ്ലാനിട്ടു. ഇത് മെൻസിന് വേണ്ടിയുള്ള റൂമാണ്. അതുപോലെ തന്നെ 2 കോട്ടും അതിന് വേണ്ടുന്നുള്ള ബെഡും അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ട് ആദ്യം തന്നെ ഞങ്ങൾ റിസോർട്ടിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു തേയിലത്തോട്ടം ഉണ്ടായിരുന്നു. അത് കാണാനായിട്ട് എല്ലാവരും അങ്ങോട്ട് പോയി. ഒരു പ്രശ്നം ആകെ ഉണ്ടായിരുന്നത് ആ തേയിലത്തോട്ടത്തിൽ നിറയും മറ്റേ അട്ടയുണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം അട്ട നമ്മുടെ ശരീരത്ത് കയറിയിട്ട് രക്തം കുടിക്കുന്ന. അപ്പോൾ അത് 1, 2, 3 പേരുടെ കാലിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പുറത്തൊന്നും കയറിയില്ല. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചു. അവിടെ എല്ലായിടവും ഒന്ന് നടന്ന് കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു. നേരം കുറേയായി. ഞങ്ങളെല്ലാവരും തിരിച്ചു നേരെ റിസോർട്ടിലോട്ട് പോയി. റിസോർട്ടിലെത്തിയപ്പോഴേക്കും ഞങ്ങൾ ആ റിസോർട്ടിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ടായിരുന്നു. മാളൂട്ടിക്ക് അതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു. വേറെ പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അത് ഓപ്പണാക്കി തരുള്ളൂ. അത് കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ ഇരുട്ടിയപ്പോൾ എല്ലാവരും വട്ടം കൂടിയിരുന്ന് ഒരു കട്ടൻ ചായയൊക്കെ ഇട്ട് കുടിച്ച് സന്തോഷത്തോടെ ഇരുന്നു. ഇതൊരു പ്രേത ഹൗസാണെന്ന് പറഞ്ഞിട്ട് മാനേജർ ഞങ്ങളെല്ലാവരും പേടിപ്പിക്കുന്നുണ്ടായിരുന്നു. ഓരോ നുണക്കഥകളൊക്കെ അവിടെ പറഞ്ഞുകൊണ്ട് ഇരിക്കുമായിരുന്നു. പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചു. ക്യാമ്പ് ഫയർ അത് വിറക് കത്താത്തത് കാരണം ക്യാമ്പ് ഫയർ നഷ്ടപ്പെട്ടു. അപ്പോഴേക്കും ഫുഡ് വന്നു. എല്ലാവരും വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു. പെറോട്ടയും ചിക്കനും ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് എല്ലാവരും കിടന്നുറങ്ങി. രാവിലെ ഞങ്ങൾ എണീറ്റു. ഞാൻ മോളൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങി. രാത്രി ഇവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. കാരണം കുറച്ച് നേരം ഇരുട്ടിയോണ്ട് പുറത്തിറങ്ങാൻ ചെറിയൊരു പേടിയായിരുന്നു. ശരിക്കും ഇവിടെ അങ്ങനെ ഒന്നുമില്ല, പുലിയുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെ പുലിയൊന്നും ഉള്ളതായിട്ട് തോന്നിയില്ല. എന്തായാലും ഞങ്ങൾ രാത്രിയൊന്നും പുറത്തിറങ്ങിയില്ല. പകൽ വന്നു, പുറത്തൊക്കെ ഇറങ്ങി എല്ലായിടം ഒന്ന് കണ്ടു. അവിടെ അടുത്ത് ഊഞ്ഞാലുണ്ടായിരുന്നു. ഊഞ്ഞാലിൽ കുറച്ച് നേരം ആളൂട്ടിയിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. അപ്പോൾ എനിക്കും ആടണമെന്ന് ആഗ്രഹം തോന്നി. ഞാനും കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. അവിടെ ചുറ്റിനും നല്ല കാടുണ്ടായിരുന്നു. എന്തൊക്കെയോ ചെടികളും ഫാമല്ലേ, എന്തൊക്കെയോ കൃഷികളൊക്കെ ധാരാളം അവിടെ ഉണ്ടായിരുന്നു. അപ്പം കൃഷിയെക്കുറിച്ച് അപ്പോൾ അവിടെ ഒരു അങ്കിൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇത് നിൽക്കുന്നത്? ഞാൻ കരുതി വേറെ വലിയ ഇഞ്ചിയാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ ആ മാമനോട് തന്നെ ചോദിച്ചു. മാമൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നായിരുന്നു. ഇത് നട്ട് ഈ കാ വന്നു കഴിഞ്ഞാൽ ഇതിന് എത്ര ദിവസം വേണം നമുക്കിത് റെഡി ആയിട്ട് വരാൻ? ഇത് നമ്മുടെ ഇത് 2ാമത് വർഷമായി ഇത് വെച്ച്. ഇത് നട്ടിട്ട് 2 വർഷമായി. 2 വർഷത്തിൽ കാ എന്താ അതിന്റെ പണിയാ, വളം, മരുന്ന് എല്ലാം ഇട്ടിട്ട് 2 വർഷം വേണം. 2 വർഷം. ഇനി ഇത് ഒരു 15 വർഷം ഇതേ കണക്കിന് നിൽക്കും. പറിക്കൊന്നും വേണ്ട. ഇനി ഈ കാ നമുക്ക് ആ ഒരു പരുവത്തിന് കിട്ടാൻ എത്ര? 50 ദിവസം. 50 ദിവസം എന്ന് പറയുമ്പോ ചുമ്മാ എടുക്കത്തില്ല, വിളഞ്ഞത് നോക്കി എടുക്കും. ഒരു ഇതളുടെ ഇതായിരിക്കുന്നില്ല, ഒരു ഇതള് അത് കാണുന്നില്ല, ഈ മാലമാതിരി പിരിപിലായി കാണുന്നില്ല. അത് വിളഞ്ഞത് നോക്കി ഒരു ഇതള് 2 കാ എടുക്കും. 2 കാ. പിന്നെ ബാക്കിയുള്ളത് അടുത്ത. അപ്പൊ ഒരു മൂട്ടിൽ നിന്ന് അങ്ങനെ പഴുക്കുമ്പോ പറിക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റ്. ഇത് വന്നിട്ട് ഉണക്കി പൊടിക്കും അവര്. കാപ്പി നമ്മൾ കാപ്പി കുടിക്കുന്നില്ല, കടുങ്കാപ്പി. അത് കരിഞ്ചായ അല്ല, കടുങ്കാപ്പി. ഇത് വന്നിട്ട് കരിഞ്ചായ, തേയില. അത് ഏലകൃഷിയും കാപ്പി കൃഷിയെ കുറിച്ച് മാമൻ ഇങ്ങനെ പറഞ്ഞു തന്നു.
എല്ലാവരും റെഡിയായി. ഞങ്ങൾ സ്ഥലം കാണാനായിട്ട് എല്ലാവരും ഒരുങ്ങി ഇറങ്ങി. ഇനി ഞങ്ങൾക്ക് ഇനി വേണം ഞങ്ങൾക്ക് യാത്ര തുടങ്ങാൻ. ഓരോ സ്ഥലവും കാണാനായിട്ട് പോകാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് റെഡിയായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. എല്ലാവരും പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങളുടെ ട്രാവലിലോട്ട് കയറി. ആദ്യം ഞങ്ങൾ ഫുഡ് കഴിക്കാനാണ് പോയത്. ഒരു ഹോട്ടലിൽ കയറി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവിടെ നല്ല മനോഹരമായ കുറേ ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഹോട്ടലിൻ്റെ തൊട്ട് ബേക്കിലായിട്ട് തന്നെ ചെറിയൊരു കുളം അതിൽ നിറയെ മീനുകളുണ്ടായിരുന്നു. ഇനി അവരുടെ ആവശ്യത്തിന് വേണ്ടി വളർത്തുന്നതാണോന്ന് അറിയില്ല. വലിയ വലിയ മീനുകളുണ്ടായിരുന്നു, ധാരാളം മീനുകളുണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ നല്ല ഭംഗിയുള്ള മലകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഈ വാഗമൺ കംപ്ലീറ്റ് നിറയെ ഭംഗിയുള്ള മലകൾ തന്നെയാണ്. മലകളും മരങ്ങളും പച്ചപ്പും. ആദ്യം ഞങ്ങൾ മൊട്ടക്കുന്നിലാണ് പോകാനായിട്ട് തിരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 12 മണി കഴിഞ്ഞു. നല്ല വെയിലായിരുന്നു. അപ്പം മിക്ക ആൾക്കാരും അവിടെ പോയിട്ടുള്ളത് കാരണം അവിടെ അങ്ങ് നമ്മൾ സ്കിപ്പ് ചെയ്തു. അവിടെ കയറിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിൽ പോകാമെന്ന് വെച്ചു. പൈൻ ഫോറസ്റ്റിലോട്ട് ഞങ്ങൾ എത്തി. അപ്പോൾ അവിടെ എത്തിയിട്ട് ഉള്ള വഴികളാണ് ഈ കാണുന്നത്. ഇരു സൈഡിലും നിറയെ കച്ചവടക്കാരുണ്ടായിരുന്നു. ധാരാളം സാധനങ്ങൾ ഞങ്ങൾക്ക് വാങ്ങാനുള്ളതാണെങ്കിലും സ്പൈസസും തേയില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളതാണെങ്കിലും ഗ്ലാസ്, പിന്നെ ഒരുപാട് ഐറ്റം സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വെച്ചു. ആദ്യം പൈൻ ഫോറസ്റ്റൊക്കെ കണ്ടതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഇതൊക്കെ കുറച്ച് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ പൈൻ ഫോറസ്റ്റിലോട്ട് പോയി. നല്ല തിരക്കായിരുന്നു. ടിക്കറ്റ് എടുക്കാൻ തന്നെ നല്ല ക്യൂ ഉണ്ടായിരുന്നു. ഒരാൾക്ക് ഒരു 30 രൂപ നിരക്കിലായിരുന്നു അവിടെ കയറ്റി വിട്ടത് ഓരോരുത്തരെയും. ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ക്യൂ ആയിട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ അധികം സമയം ഞങ്ങളവിടെ ചിലവഴിക്കാൻ നേരത്ത് തന്നെയാണ് പോയത്. എല്ലാവരും അവിടെ പോയി കുറേ നേരം ഇരുന്നു. ധാരാളം ഫോട്ടോസുകളെടുത്തു. മാളൂട്ടിക്ക് ഞാൻ 2-3 റീൽസൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്തു. അത്രയും മരങ്ങൾക്കിടയിൽ ഒരു വളഞ്ഞ മരം നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ എടുത്തതാണ് ഈ ഫോട്ടോ. പിന്നെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. നല്ല കാറ്റും നല്ല തണുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല കൂൾ അന്തരീക്ഷമായതുകൊണ്ട് തന്നെ നിൽക്കാനൊരു പ്രത്യേക രസമായിരുന്നു. ഫ്രണ്ട്സുകളെല്ലാവരും ഫോട്ടോസ് എടുക്കാനുള്ള തിരക്കിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞ് നേരെ അഡ്വഞ്ചർ പാർക്കിലോട്ട് പോയി. അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഒരുപാട് റൈഡിലൊക്കെ കയറണമെന്ന് നല്ല ആഗ്രഹത്തിലാണ് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഗ്ലാസ് ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു, കയറാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പാരാഗ്ലൈഡിങ് ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തിലോട്ട് മാറി. മാളൂട്ടിക്ക് ഭയങ്കര ത്രില്ലിൽ പാരാഗ്ലൈഡിങ് ചെയ്യാമെന്നുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ നേരെ പോയി. അപ്പോഴേക്ക് ടിക്കറ്റ് കൗണ്ടർ ക്ലോസ്ഡ് ആയിരുന്നു. കാരണം ഭയങ്കര മഞ്ഞായിരുന്നു. ആ മഞ്ഞ്, നല്ല മഞ്ഞും ചെറിയൊരു മഴയും ഉണ്ടായിരുന്നു. അപ്പോൾ കടുത്ത കോട ഇറങ്ങി. അപ്പോഴേക്കും അവർ പാരാഗ്ലൈഡിങ് നിർത്തി വച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഏകദേശം കുറേ നേരം വെയിറ്റ് ചെയ്തു നമുക്ക് ടിക്കറ്റ് കിട്ടുമെന്ന് കരുതി. അപ്പോഴേക്കും ഒരു രക്ഷയുമില്ല. ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി. പക്ഷെ നടന്നില്ല. അതിൻ്റെ വിഷമത്തിൽ മാളൂട്ടി വലിയ സങ്കടത്തിലായിരുന്നു. പിന്നെ അവളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ അവിടെ ചെറിയൊരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ടായിരുന്നു, ഒരു അഡ്വഞ്ചർ പാർക്ക് എന്ന് തന്നെ പറയാം. അതിൽ 3 അഡ്വഞ്ചർ ഗെയിംസ് അവൾ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വാഗമൺ ട്രിപ്പ് വൈൻഡപ്പ് ആവാറായി. ചെറിയ മഴയുള്ളത് കാരണം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു ആ മഞ്ഞത്ത് നിൽക്കാനൊക്കെ. എന്തായാലും എല്ലാവരും പല വഴിക്ക് പോയി എല്ലാ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് വന്നത്. ഞങ്ങളിപ്പോൾ ഇനി വൈൻഡപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ ഇനി അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. ഞങ്ങൾ ട്രിവാൻഡ്രത്തോട്ട് തിരിക്കട്ടെ. ഓക്കേ.